ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാകാമെന്ന് ആരോപണം. കുട്ടി നിന്നിടത്ത് നിന്ന് വീഴാനാവില്ലെന്ന കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടിയെ മറ്റാരോ കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിലാണ് കുടുംബം. ഏറ്റവും അവസാനം കുട്ടിയുമൊത്തുണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു. പിന്നീടാണ് കുട്ടിയെ കാണാതാവുന്നത്. വെച്ചിട്ട് അവിടെ ഒരു ഇതുണ്ട്, ഒരു ദർഗയുണ്ട്, പിന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒരു CCTV അല്ല, ഇതൊരു 10 കിലോമീറ്റർ കാണും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ താഴെ ചെക്ക് പോസ്റ്റാണ് വരുന്നത്. അവിടെ 40 കിലോമീറ്റർ. പക്ഷെ അവരൊന്നും അങ്ങനെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ലോക്കൽ പോലീസുകൾ പറയുമ്പോൾ തന്നെ അവരങ്ങനെയൊന്നും ചെയ്യില്ല, അവരുടെ ബിസിനസ്സാണ്. അവരെ ചോദ്യം ചെയ്യാൻ അവർക്കൊരു മടി പോലെ. ഇല്ല, അത് ഓക്കെ, അവരാദ്യം ചെറിയ രീതിയിൽ തുടങ്ങി. പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഒരു 11 മണിയായപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ടീമാണ് വന്നത്. നല്ലൊരു ടീം വന്നു. പ്രദേശത്തെല്ലാം ഇറങ്ങി പരിശോധനയെല്ലാം നടത്തി. ബന്ധുക്കളും നിങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? ഞാനും മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ പാരലായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 5-8 പേര് ഞങ്ങളും പാരലായിട്ട് അവിടെ എല്ലാം ഇറങ്ങി ഞങ്ങളും പരിശോധിച്ചു. ഈ മൃതദേഹം കണ്ടുവന്ന സ്ഥലത്ത് ഞാൻ നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നേരിട്ട് ഇറങ്ങി പരിശോധിച്ചു. തങ്ങൾ നിന്നിടത്തു നിന്നും 100 മീറ്ററോളം ദൂരത്താണ് ചെങ്കുത്തായ സ്ഥലമുള്ളത്. ഇതുകൊണ്ട് കുട്ടി വീഴാനുള്ള സാധ്യതയില്ലെന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്.